എന്തൊരവസ്ഥയാണ്! എനിക്ക് പറയാനുള്ളത് ശത്രുവിന് പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവല്ലേ എന്നുള്ളതാണ്. വല്ലാത്ത ഭീകരമായ സാഹചര്യം. രാമക്ഷേത്രം രാമക്ഷേത്രം എന്ന് 40 വട്ടം വിളിച്ചു കൂവിയവർക്ക് രാമക്ഷേത്രത്തിന്റെ ഭൂമി പൂജയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. ഇതിനേക്കാൾ വലിയ ദയനീയത മറ്റെന്താണുള്ളത്? ഇനി അഥവാ ഭൂമി പൂജയിൽ പങ്കെടുക്കാൻ പോയാൽ തന്നെ ആർക്കും ധൈര്യത്തോടെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. പെട്ടെന്നൊന്ന് പൂജ അവസാനിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയായിരിക്കും അവർ നേരിടുക. BJP-യുടെ പ്രമുഖ നേതാവായിട്ടുള്ള ഉമാഭാരതി പറയുന്നത്, എന്നെ ദയവ് ചെയ്തിട്ട് ഭൂമി പൂജയിലേക്ക് ക്ഷണിക്കരുത് എന്നുള്ളതാണ്. സത്യമാണ് കേട്ടോ. ഇത് കാദർ കരിപ്പോടി ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നതല്ല. ചില വ്ളോഗർമാരൊക്കെ ഉണ്ട് BJP-യെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് BJP-യുടെ ഇല്ലാ കഥകൾ പറഞ്ഞു നടക്കുന്ന ആളുകൾ. അവരൊക്കെ നമുക്ക് ദോഷമേ ചെയ്യത്തുള്ളൂ. പക്ഷേ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഞാൻ വസ്തുതകളെ മാനിച്ചുകൊണ്ട് തന്നെയായിരിക്കും കാര്യങ്ങൾ പറയുക. അതായത് ഉമാഭാരതിയുടെ ട്വീറ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഉമാഭാരതിയുടെ ട്വീറ്റ് പറയുന്നത് ഇങ്ങനെയാണ്. വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഭൂമി പൂജയിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ്. ഭൂമി പൂജയുടെ 7 അയലത്ത് ഞാൻ വരില്ല എന്നാണ് ഉമാഭാരതി പറയുന്നത്. കാരണം അവിടെയൊക്കെ കൊറോണ പടർന്നിരിക്കുകയാണ്. എല്ലാവരും അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ, അതായത് ആ ചടങ്ങൊക്കെ ഒന്ന് അവസാനിച്ചു കഴിഞ്ഞാൽ ഞാൻ പതിയെ വന്ന് ആ പ്രദേശം ഒന്ന് കണ്ടുപോയേക്കാം. ഇതാണ് ഉമാഭാരതി പറയുന്നത്. ആരാണ് ഉമാഭാരതി? അയോധ്യയിൽ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് പെടാപ്പാടുപെട്ട BJP-യുടെ നേതാവ്. അദ്വാനിയുടെ വാലും താങ്ങി, ജോഷിയുടെ വാലും താങ്ങിയിട്ട് പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് അവരിൽ ഒരാളായിട്ട് അയോധ്യയിൽ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് കുരച്ചുകൊണ്ടിരുന്ന ഉമാഭാരതിയാണ് പറയുന്നത്, ദയവ് ചെയ്തിട്ട് ആ ഭൂമി പൂജയുടെ സമയത്ത് എന്നെ വിളിക്കരുത് എന്ന്. കാലത്തിന്റെ കാവ്യനീതിയാണ്. കാലത്തിന്റെ കാവ്യനീതിയാണ്. രാമക്ഷേത്രം പണിയരുത് എന്ന് ഞങ്ങൾ പറയില്ല. ക്ഷേത്രം ഉയരട്ടെ, രാമക്ഷേത്രം വരട്ടെ. പക്ഷേ അത് പള്ളി പൊളിച്ചാവരുത് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ പള്ളി പൊളിച്ച് രാമക്ഷേത്രം പണിയുമ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ പവിത്രമായ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. രാമക്ഷേത്രം പണിഞ്ഞോളൂ, 10 ഏക്കറിൽ പണിതോളൂ, 100 ഏക്കറിൽ പണിതോളൂ, 1000 ഏക്കറിൽ പണിതോളൂ, അവിടെയൊക്കെ കാവ്യവൽക്കരിച്ചോളൂ. പക്ഷേ പള്ളി പൊളിച്ച് പണിയരുത് എന്ന് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ കേണപേക്ഷിച്ച് പറഞ്ഞപ്പോൾ പോലും കേൾക്കാൻ തയ്യാറായില്ല. അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ബാബരി മസ്ജിദിന്റെ ഇടത്ത് രാമക്ഷേത്രം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിമായതിന്റെ പേരിലല്ല, മറിച്ച് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ അത് പരിപൂർണമായും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പൂജയ്ക്ക് തൊട്ട് മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് COVID-19 സ്ഥിരീകരിക്കുന്നു. അതുപോകട്ടെ, UP-യിലെ BJP-യുടെ മന്ത്രി കോവിഡ് സ്ഥിരീകരിച്ച് മരിക്കുന്നു. UP-യിലെ BJP അധ്യക്ഷന് കോവിഡ് സ്ഥിരീകരിക്കുന്നു. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് പെടാപ്പാടുപെട്ട ഒരാൾക്കും ആത്മാർത്ഥമായി സ്വന്തം ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് ആ ഭൂമി പൂജയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, എവിടെയോ എന്തോ ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമില്ലേ എന്ന്. എല്ലായിടത്തും ഒറ്റ ദൈവമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലേ? അങ്ങനെ ഒരു ദൈവത്തിൻ്റെ പരീക്ഷണം ഈ വിഷയത്തിൽ ഇല്ലേ എന്നുള്ളത് മനസ്സിൽ തട്ടിയിട്ട് ഒരാൾ ചിന്തിച്ചു നോക്കിയേ. എത്ര കാലങ്ങളായി പറയുന്ന ഒരു വലിയ പ്രൊജക്റ്റാണ് രാമക്ഷേത്രം. ഹൈന്ദവരോട് സ്നേഹമുള്ളത് കൊണ്ടാണോ? ഹൈന്ദവ വിശ്വാസികളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണോ? അല്ല, മറിച്ച് ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായി സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ പറ്റുമെന്നുള്ള ധാർഷ്ട്യ ധിക്കാര അധികാര ആഡംബര ബോധത്തിന്റെ പ്രതീകമായിട്ടാണ് ഇവരൊക്കെ ഹൈന്ദവരോട് സ്നേഹം പുലർത്തുന്നത്. അല്ലാതെ ഹൈന്ദവരോട് സ്നേഹമുള്ളത് കൊണ്ടല്ല. ഹൈന്ദവനെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ പറയട്ടെ,
ഇവരെ ഒരു ഹൈന്ദവനും, അതായത് ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു ഹൈന്ദവനും ഇവരെ മനസ്സുകൊണ്ട് പോയിട്ട് ഒരു നിമിഷം പോലും അംഗീകരിക്കാൻ തയ്യാറാവില്ല. കാരണം അത്രത്തോളമാണ് ഇവർ ഹൈന്ദവ മതത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾ അയോധ്യയിലെ രാമക്ഷേത്ര ഭൂമി പൂജയ്ക്ക് എത്താൻ മടിക്കുന്നുണ്ടെങ്കിൽ കാലത്തിൻ്റെ കാവ്യനീതി അത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.